പുനർജനി എന്നും പറഞ്ഞൊരു ഒരു ഒരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരു ഇതാണ്. അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. ഈ പയ്യൻ 17-ാം തീയതി ഇവിടുന്ന് പോയത്. ഭാര്യയും ആയിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പയ്യന് നാട്ടുകാരുമായിട്ടൊന്നും അധിക സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു. ഇവർ പറഞ്ഞു കേട്ടതനുസരിച്ച് പുള്ളി ഈ പുനർജനി എന്നും പറഞ്ഞൊരു ഒരു ഒരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരു ഇതാണ്. അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. അങ്ങനെയാണ് ആ ഒരു സംഘടന ത്രൂ ആണ് ഇവർ അരുണാചലിൽ പോയിട്ട് ആ കൂട്ടത്തിൽ ഈ ഇവൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരൂടെയാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. ആ ഒരു സംഘടനയിൽ പോയിട്ട് ഇവരുടെ മനസ്സ് മാറുമോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള പരിചയമാണ് എന്നാണ് പറയുന്നത്. ഇവിടെയായിട്ട് ആരുമായിട്ടും യാതൊരു പരിചയമില്ല, ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. വന്നു കഴിഞ്ഞാൽ പെരയ്ക്കകത്തിരിക്കും. ഇവിടുത്തെ പിള്ളേരുമായിട്ടും ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ 13 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പിള്ളേരൊന്നുമില്ല. പിള്ളേരൊന്നും വേണ്ടെന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു അവരുടെ. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം അവിടുന്ന് മെസ്സേജ് വരുന്നത്. ഇതുപോലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ആയുർവേദ ഡോക്ടർക്കൊക്കെ ഇപ്പം ഇച്ചിരി കുറവല്ലേ. അത് കഴിഞ്ഞിട്ട് ഭാര്യയെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് വെളിയിലോട്ടെങ്ങാണ്ട് വിടാനുള്ള പരിപാടിയൊക്കെ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ അരുണാചലിൽ എന്തിനു പോയതെന്ന് മനസ്സിലാകുന്നില്ല. 3 പേരൂടെയാണ് അവിടെ പോയിരിക്കുന്നത്. ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ ഇവിടെ സ്കൂളിലായിരുന്നു. പക്ഷേ അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ പഠിച്ച് ആ സമയത്തൊക്കെ നല്ല സ്വഭാവം കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്നാണ് ഇവൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ മാറുന്നത്. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു സംഘടനയിലോട്ട് മാറി. അങ്ങനെ പുള്ളിയുടെ സ്വഭാവം മാറി. 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. എവിടെ പോകാമെന്നോ എന്നാന്നൊന്നും പറഞ്ഞില്ല. തിരുവനന്തപുരത്തിന് പോകാമെന്ന് പറഞ്ഞ് പോയത്. പക്ഷേ അരുണാചലിലാണ് ഇപ്പം സംഭവം നടന്നിരിക്കുന്നത്. സിറോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അവിടുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അരുണാചലിൽ തവാങ്കിൽ ജോലിയുള്ള ഒരു പയ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പുള്ളി തിരക്കിട്ട് വിശദ വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ മെസ്സേജ് ഇന്ന് ഇവിടുന്ന് ഈ മരിച്ച നവീൻ്റെ അപ്പാപ്പൻ ബോണി എന്ന് പറഞ്ഞ പയ്യൻ പോയിട്ടുണ്ട്. പിന്നെ 2 പേരുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അവരിന്ന് അരുണാചലിന് ഫ്ലൈറ്റിന് പോയിട്ടുണ്ട്. ആ തിരുവനന്തപുരത്ത് നിന്ന് ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാരും കൂടെ കൂട്ടത്തിൽ ഒന്നിച്ച് പോകാനായിട്ടാണ്. അവരിപ്പോൾ ഇവിടുന്ന് പോയിട്ട് അരമണിക്കൂറായി പോയിട്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ സ്ഥലത്തെ MLA ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. അവിടുത്തെ പോലീസിൻ്റെ നടപടിയെല്ലാം കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.